കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും നിശ്ചയവുമായ സ്വാഗതം. എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട്, ബ്രഹ്മമുഹൂർത്തം വിളിച്ചു ചോദിക്കാറുണ്ട്, കമന്റുകളുണ്ട്, ഒരുപാടുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെ, അല്ലെ എങ്ങനെയൊക്കെ എന്നൊക്കെ. ബ്രഹ്മമുഹൂർത്തത്തിൽ ഏതൊരു കർമ്മം ചെയ്താലും അത് അത്യുത്തമമാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ 7:30 വെളുപ്പിന് എഴുന്നേറ്റു എന്ന്. അതുപോലെ തന്നെയാണ് ഒരു 3:30 മണി നമ്മുടേതായിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ഒരു 3:30 മണി കഴിയുമ്പോൾ, രാവിലെ ഒരു 3:30 മണി കഴിയുമ്പോൾ തൊട്ടേ ബ്രഹ്മമുഹൂർത്തമായി. അത് ഉദയം തൊട്ട് നമ്മൾ ഗണിച്ചെടുക്കണം. ബ്രഹ്മമുഹൂർത്തം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ സമയത്ത് നമ്മളൊരു പൂജ കഴിക്കുക എന്നുള്ളതല്ല. ആ സമയത്ത് എഴുന്നേറ്റ് ഗണപതിയെ ഏറ്റവും കൂടുതൽ വന്ദനം ചെയ്തു കഴിഞ്ഞാൽ ആ ഗൃഹത്തിന് ഐശ്വര്യമല്ല മറ്റൊരു പൂജ കഴിക്കേണ്ടി വരത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് പൂജ കഴിച്ചാലും ആദ്യം എന്താണ് ചെയ്യുക? ഗണപതിക്കാണ് വയ്ക്കുക, അല്ലേ? എന്തിനാ ഗണപതിക്ക് വയ്ക്കുക? സകലമായിട്ടുള്ള നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഭൂമിയിലുള്ള തടസ്സങ്ങളെ മൊത്തം മാറി കിട്ടാൻ. നിങ്ങളുടെ കുടുംബത്തിലൊരു സുദർശന ഹോമം നടക്കട്ടെ, ആദ്യം എന്താ ചെയ്ത? ഒരു വിളക്ക് തെളിച്ചിട്ട് ഒരു പഴമാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഗണപതിക്കാണ് വെക്കുക. ഒരു ത്രിമധുരമാണെങ്കിലും വെച്ചിട്ട് ഗണപതിക്കാണ് വയ്ക്കുക. ഒരു അഘോര ഹോമം നടത്തിയ ഗണപതിക്കാണ് വയ്ക്കുക. ഒരു സുദർശന ഹോമം നടത്തിയ പിന്നെ ഗണപതിക്കാണ് വയ്ക്കുക. ഇതൊക്കെ ഗണപതി സങ്കല്പത്തിലാണ്. അപ്പൊ നമ്മൾ 7:30 വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യുന്ന കർമ്മങ്ങൾ അന്നത്തെ ദിവസം മറ്റൊരു തടസ്സം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഗണപതിയെ പ്രസാദിപ്പിക്കുക. അപ്പം ഗണപതിയെ പ്രസാദിപ്പിച്ച് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കി. മറ്റൊരു കർമ്മമേ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ഗണപതി പ്രസാദിക്കണം. ആ ഗണപതി ഹോമം നടത്തി മറ്റ് കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ സുരക്ഷിതമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഗണപതി. നമുക്കൊക്കെയുള്ള തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ മറ്റ് കുടുംബ സംബന്ധമായിട്ടോ വീട് സംബന്ധമായിട്ടോ ധനസംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടാനായിട്ട് ഗണപതി അവിടെ നമ്മളെ എന്താ പറയുക, നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുന്നതായിട്ടൊരാളാണ് ഗണപതി. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു സുദർശനമോ ഒരു അഘോരയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ആ ഒരു പൂജകൾക്കും ഏതൊരു പൂജ ചെയ്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത് എഴുന്നേക്കാനായിട്ടുള്ള ചിട്ടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലം തിരിഞ്ഞ് വേണം എഴുന്നേക്കാനായിട്ട്. ആ വലം തിരിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം പിന്നെ 2 കൈയിൽ നമ്മൾ നോക്കിയതിന് ശേഷം മഹാലക്ഷ്മിയൊക്കെ തൊഴുത്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗണപതിയെ സങ്കല്പിച്ചിട്ട് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി. അപ്പോൾ അതൊക്കെ ബ്രഹ്മമുഹൂർത്തം എന്ന് വെച്ചാൽ മറ്റൊരു കർമ്മത്തിനേക്കാളും ഏറ്റവും നല്ല ബ്രഹ്മമുഹൂർത്തത്തിലുള്ള നമ്മുടെ ചിട്ടാവട്ടങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ മറ്റൊരു പൂജയ്ക്ക് അവിടെ വലിയൊരു പ്രാധാന്യമില്ല. ആ കുടുംബത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.